ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ലയണൽ മെസ്സിയുടെ അമേരിക്കൻ ക്ലബ്ബായ ഇന്റർ മയാമി ഇപ്പോൾ മോശം പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവസാനമായി കളിച്ച 5 മത്സരങ്ങളിൽ ഒന്നിൽ പോലും വിജയിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. 4 തോൽവികൾ അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ പരിശീലകനായ ഹോയോസിന്റെ സ്ഥാനം നഷ്ടമായിട്ടുണ്ട്. പകരം പുതിയ ഒരു പരിശീലകനെ ഇന്റർ മയാമി നിയമിച്ചു കഴിഞ്ഞു. കിലി ഗോൺസാലസ് എന്ന അർജന്റീൻ പരിശീലകനെയാണ് ഇപ്പോൾ ഇന്റർ മയാമി കൊണ്ടുവന്നിട്ടുള്ളത്. റൊസാരിയോ സെൻട്രലിനെ നേരത്തെ പരിശീലിപ്പിച്ച വ്യക്തിയാണ് കിലി ഗോൺസാലസ്. 52 വയസ്സുള്ള അർജന്റീൻ പരിശീലകനാണ് ഇദ്ദേഹം. മെസ്സിയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന വ്യക്തിയാണ്. അങ്ങനെയാണ് അദ്ദേഹം ഇപ്പോൾ ഇന്റർ മയാമിയുടെ പരിശീലകനായി കൊണ്ട് എത്തുന്നത്. ഏതായാലും ഇദ്ദേഹത്തിന് എത്രത്തോളം ഇന്റർ മയാമിയെ നല്ല രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. ഒരു ബുദ്ധിമുട്ടേറിയ സമയത്താണ് അദ്ദേഹം ഈ ടീമിന്റെ പരിശീലകനായി കൊണ്ട് ചുമതലയേൽക്കുന്നത്. ഇനി ഇതോടൊപ്പം മറ്റൊരു സൈനിങ് കൂടി ഇന്റർ മയാമി ഇപ്പോൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. അതായത് മുന്നേറ്റ നിരയിലേക്ക് ഒരു ബ്രസീലിയൻ യുവ പ്രതിഭയെ അവർ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ട്. റിക്വൽമി ഫിലിപ്പി എന്ന ബ്രസീലിയൻ താരത്തെയാണ് ഇന്റർ മയാമി സൈൻ ചെയ്തിട്ടുള്ളത്. സെസാർ ലൂയിസ് മെർലോ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതായത് പാൽമറാസിന് വേണ്ടി കളിക്കുന്ന 19 വയസ്സുള്ള ലെഫ്റ്റ് വിങ്ങറാണ് റിക്വൽമി. $4.2 മില്യൺ നൽകിക്കൊണ്ടാണ് അദ്ദേഹത്തെ സ്വന്തമാക്കിയിട്ടുള്ളത്. 4 വർഷത്തെ ഒരു കോൺട്രാക്റ്റിൽ അദ്ദേഹം ഒപ്പുവെക്കുകയാണ്. ഇന്റർ മയാമിയുടെ സ്ക്വാഡിൽ ഉള്ള 3ാമത്തെ ബ്രസീലിയൻ താരമായിക്കൊണ്ട് മാറാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. പാൽമറാസിന്റെ സീനിയർ ടീമിന് വേണ്ടി 11 മത്സരങ്ങൾ ഈ 19കാരനായ താരം കളിച്ചിട്ടുണ്ട്. അതോടൊപ്പം എടുത്തു പറയേണ്ട കാര്യം, ബ്രസീലിന്റെ അണ്ടർ 17 ടീമിന് വേണ്ടി 11 മത്സരങ്ങൾ കളിക്കുകയും 2 ഗോളുകൾ നേടുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ കഴിവ് തെളിയിച്ചിട്ടുള്ള ഒരു യുവ പ്രതിഭയാണ് റിക്വൽമി ഫിലിപ്പി. അദ്ദേഹത്തെയാണ് ഇപ്പോൾ ഇന്റർ മയാമി സ്വന്തമാക്കിയിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.